ഇസ്ലാമിക കാലഗണന സമ്പ്രദായം പ്രകാരം നിർണയിക്കപ്പെട്ട കലണ്ടറാണ് ഹിജ്റ കലണ്ടർ എന്ന പേരിൽ പ്രസിദ്ധമായ കാലഗണന സമ്പ്രദായം. ലോകത്ത് മിക്കവാറും എല്ലാ മതങ്ങൾക്കും എല്ലാ സംസ്കാരങ്ങൾക്കും പ്രത്യേകമായ ആശയത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട എല്ലാ സംവിധാനങ്ങൾക്കും സ്വന്തമായ കാലഗണന സംവിധാനങ്ങളുണ്ട്. ലോകത്ത് പല കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾക്കു ശേഷം ഇംഗ്ലീഷ് അഥവാ ക്രിസ്തു വർഷത്തിനെ പിന്തുടരുന്ന കാലഗണന ലോകത്ത് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലുമൊക്കെ ഈ ക്രിസ്തു വർഷത്തിനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ വ്യാപകമാകുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇസ്ലാമികമായ കാലഗണന സമ്പ്രദായം. പല ആരാധനാ കർമ്മങ്ങളും ഈ കാലഗണന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ മുസ്ലിമും ഇസ്ലാമിക കാലഗണന സമ്പ്രദായം കലണ്ടറായ ഹിജ്റ കലണ്ടറിനെ കുറിച്ച് ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതി ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിലെ മനുഷ്യർക്ക് ജീവിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ നിശ്ചയിച്ച കൂട്ടത്തിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു നിശ്ചയമാണ് ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് ഉണ്ടാവുക എന്നത്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ 12 ആണ്. ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്നു മുതലേ അള്ളാഹുവിന്റെ രേഖയിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ച രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രാപഞ്ചിക സത്യമാണ് മാസങ്ങളുടെ എണ്ണം 12 ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതലേ ലോകത്ത് വർഷങ്ങൾ പലതെണ്ണിയപ്പോഴും ആ വർഷങ്ങളിലൊക്കെ മാസങ്ങളുടെ എണ്ണം മിക്കവാറും അത് 12 ആയിട്ടാണ് മനുഷ്യൻ അത് ഉപയോഗിച്ചതും സ്വീകരിച്ചതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനു മുമ്പുമൊക്കെ അറബികൾ ഉപയോഗിക്കുന്ന മാസങ്ങൾ ഈ മാസങ്ങൾ തന്നെയാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന് അറബിയിൽ പറയുന്ന ഈ മാസങ്ങളാണ് ആ പ്രദേശത്തും ചുറ്റുപാടുകളിലുമൊക്കെ കാലഗണനയ്ക്ക് വേണ്ടി അറബികൾ ഉപയോഗിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ബസറയിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ കൂട്ടത്തിൽ പാണ്ഡിത്യം കൊണ്ടും നേതൃത്വ പാഠവും കൊണ്ടും അംഗീകാരം കൊണ്ടും ചരിത്രത്തിൽ ഇടം നേടിയ സഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബസറയിലെ ഗവർണറായിരിക്കെ ഈ മദീനയിൽ നിന്ന് ഖലീഫ വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും ഉത്തരവുകൾ അയച്ചു കൊടുക്കുമ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യർ കൈമാറുക എന്നല്ലാതെ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. മദീനയിൽ നിന്ന് ഒരാൾ ഉത്തരവുമായി വിശാലമായ ഏഷ്യയുടെ ആഫ്രിക്കയുടെയൊക്കെ അതിർത്തികൾ ഭേദിച്ചു കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഈ ഉത്തരവുകളുമായി കടന്നു ചെല്ലുമ്പോ പലപ്പോഴും മാസങ്ങളും അതേപോലെ തീയതികളും കൊല്ലങ്ങളുമൊക്കെ മാറിയിട്ടുണ്ടാവും. ആ ഉത്തരവുകൾ നടപ്പിലാക്കുന്നിടത്തും അതിന്റെ മുൻഗണനാക്രമം സ്വീകരിക്കുന്നിടത്തുമൊക്കെ ആ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾക്ക് അത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെയൊക്കെ അറിയാലോ, നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോ കമ്പ്യൂട്ടറുകളിലൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വർഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണല്ലോ. അതുകൊണ്ട് തന്നെ
അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു സന്ദേശം അയക്കുകയാണ്. മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാനും ഇസ്ലാമികമായ രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു കാലഗണനാ സമ്പ്രദായം അനിവാര്യമായിട്ടുണ്ട്. അന്ന് മറ്റു പല മതക്കാരുടെയും കലണ്ടറുകൾ നിലവിലുണ്ട്. എങ്കിൽ പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അദ്ദേഹം എപ്പോഴും മതപരമായ തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെയാണ്. മദീനയിലുള്ള വളരെ പ്രഗത്ഭരായ സ്വഹാബിമാരും അല്ലാത്തവരുമായ മദീനയിലെ ജനങ്ങളെ അദ്ദേഹം വിളിച്ചുകൂട്ടും. ആ മദീനയിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് മുമ്പിൽ അദ്ദേഹം ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് ഒരു കാലഗണനാ സമ്പ്രദായം ആവശ്യമായിരിക്കുന്നു. എല്ലാവരും ഐക്യകണ്ഠേന ഇജ്മാ ആയിട്ട് ഒരാൾ പോലും എതിരായി പറയാതെ അങ്ങനെ ഒരു സമ്പ്രദായം വേണമെന്ന് അവർ തീരുമാനിച്ചു. അത് അന്ന് ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ, സാധാരണക്കാരുടെ, മുസ്ലിങ്ങളുടെ ഒരു ഇജ്മാ ആയിട്ടാണ് അംഗീകരിക്കപ്പെട്ടത്. കാലഗണനാ സമ്പ്രദായം വേണം. അപ്പോ ഏതൊരു കലണ്ടർ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും അതിന്റെ തുടക്കം ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനനം, മരണം, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കലണ്ടറുകളും ആരംഭിക്കണേ. നിങ്ങൾക്ക് പരിചയമുള്ള നമ്മുടെ വീടിന്റെ ചുമരിൽ തൂങ്ങുന്നത് ഒരു ജനറൽ കലണ്ടർ ആണെങ്കിൽ ആ കലണ്ടറിൽ ഒരുപാട് കലണ്ടറുകൾ ഉണ്ടാവും. സംഗതി ഒരൊറ്റ കലണ്ടർ ആണെങ്കിലും ഒരുപാട് കലണ്ടറുകൾ അതിന്റെ മൂലക്കൽ അവിടെ ഇവിടെയും ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് അക്കങ്ങൾ ഉണ്ടാവും. ആ കലണ്ടറുകളുടെ ഒക്കെ ഉത്ഭവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും ഒക്കെ ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനനം, മരണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് മിക്കവാറും എല്ലാ കലണ്ടറുകളും. നമ്മൾ ഇന്ന് നമ്മുടെ കലണ്ടർ ചുമരുകളിലൊക്കെ സാധാരണയായി തൂങ്ങുന്ന ക്രിസ്തു വർഷത്തിന് അത് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കണക്കിൽ അധിഷ്ഠിതമായ കലണ്ടറാണ്. അപ്പൊ മുസ്ലിങ്ങൾ ഒരു കലണ്ടർ ആരംഭിക്കുമ്പോ അത് ഏതുമായി ബന്ധപ്പെട്ട് എവിടം മുതൽ എന്തിനെ ആസ്പദമാക്കിയാക്കണം ചർച്ചകൾ ഉണ്ടായി. ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ തീയതിയുമായി ബന്ധപ്പെട്ട് കലണ്ടർ ആവാം. അപ്പൊ അതിന് ചെറിയ എതിർപ്പുണ്ടായി. പ്രവാചകൻ ജനിച്ചത് എന്നാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രവാചകന് വഹി കിട്ടിയ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയതുമായ ആ ദിവസവുമായി ബന്ധപ്പെട്ടാവാം. അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അവസാനം അലി ഇബ്നു അബീ ത്വാലിബിന്റെ നിർദ്ദേശം അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നുള്ള പ്രവാചകന്റെ മദീനയിലേക്കുള്ള പലായനം, ഹിജ്റ, ഇസ്ലാമിന്റെ വളർച്ചയിലെ, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഹിജ്റ. അതുകൊണ്ട് ആ ഹിജ്റയെ ആസ്പദമാക്കിയാവട്ടെ നമ്മുടെ കലണ്ടർ. എല്ലാവരാലും ആ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ ചർച്ചയുണ്ടായത് ഒന്നാമത്തെ മാസം ഏതായിരിക്കണം. പല മാസങ്ങളുടെ പേര് പലരും പറഞ്ഞു. റമളാനൊക്കെ പറഞ്ഞു റമളാൻ മുതൽ തുടങ്ങാം നമ്മുടെ കലണ്ടർ. അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഹജ്ജ് കഴിഞ്ഞ് മക്കയിലും മദീനയിലും ഒക്കെയുള്ള ആ വലിയ തിരക്കൊക്കെ അവസാനിച്ച് ആളുകൾ സമാധാനത്തോടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മുഹറം മാസത്തിന്റെ തുടക്കം മുതലാണ്. അതുകൊണ്ട് മുഹറം മാസമാവട്ടെ ഒന്നാമത്തെ മാസം. ആ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അതിനെ തുടക്കമായി കണ്ട് ഒരു വർഷം രൂപീകരിക്കപ്പെടുകയും ആ വർഷത്തിൽ 12 മാസങ്ങളിൽ മുഹറം മാസം ഒന്നാമത്തെ മാസമായി വരികയും ചെയ്തത്. അതിന്റെ ചരിത്രമാണ് ഞാൻ ഈ ചുരുക്കി പറഞ്ഞ ഈ കാര്യത്തിലുള്ളത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇസ്ലാമിക സംസ്കാരം, ഒരു മുസ്ലിമിന്റെ വിശ്വാസം, അവന്റെ കർമ്മങ്ങൾ, അതുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു കലണ്ടറും അതിന്റെ തുടക്കവും ആദ്യത്തെ മാസമായ മുഹറം മാസവും ഒക്കെ. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായ വിവരങ്ങൾ അവൻ ഇല്ലാതെ വരുമ്പോഴാണ് അവൻ മറ്റു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എന്താ ഇപ്പൊ മുസ്ലിങ്ങളുടെ അവസ്ഥ, എന്തൊക്കെയാ ഇപ്പൊ കേൾക്കുന്നത്, എന്തൊക്കെയാ കാണുന്നത് എന്നൊക്കെ ആളുകൾ പരാതി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ പറയുന്നത്,
പലരും മുസ്ലിം ആകുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടോ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല. അതെങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ വന്നതാ. ജനിച്ചപ്പോ ആരോ അറബിയിലൊരു പേരിട്ടു എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഇസ്ലാമികമായ മാനങ്ങളും ഇല്ലാതെ വരുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മതം യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിന്റെ വഴിയായിട്ട് മാറുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ച ആ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രവാചകനായി അള്ളാഹുവിനാൽ നിശ്ചയിക്കപ്പെടുകയാണ്. ആ 40 വയസ്സുവരെ അറേബ്യയിലെ അല്ലെങ്കിൽ മക്കയിലെ എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ട് പിറന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സുവരെ അദ്ദേഹം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സ്വത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. അനാഥനായിട്ടാണ് വളർന്നത്. ആടുകളെ മേക്കലായിരുന്നു ആദ്യകാലത്തെ ജോലി. അത് കഴിഞ്ഞ് കച്ചവടത്തിലെ കൂലിപ്പണിക്കാരനായിട്ടാണ് പിന്നീട് ജീവിതം. 25-ാമത്തെ വയസ്സിൽ മദീനയിലെ ധനികയും കുലീനയുമായ ഖദീജയെ വിവാഹം കഴിച്ചതോടുകൂടിയാണ് 2 കാലിൽ നിൽക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പ്രവാചകൻ മാറിയത്. എന്നിട്ടും ഖദീജയുടെ സമ്പത്ത് ഉപയോഗിച്ച് ജീവിക്കുന്നതിന് പകരം ആ സ്വത്തിൽ കച്ചവടം ചെയ്ത് എല്ലാവർക്കും ലഭിക്കുന്ന കൂലി കൊണ്ടാണ് പ്രവാചകൻ ജീവിച്ചതും തന്റെ കുടുംബം പോറ്റിയത്. ആ പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിശ്ചയിച്ചു. അദ്ദേഹത്തിന് വഹി കിട്ടി. അദ്ദേഹത്തിനോട് അള്ളാഹു തആല നിർദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനമാണ്. ആ നാടാവട്ടെ വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും നിറഞ്ഞു നിൽക്കുന്ന നാട്. ആ നാട്ടില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ സ്വാഭാവികമായ എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടായി. ക്രമേണ ആ ആദർശം ജനങ്ങൾക്കിടയിൽ വ്യാപിക്കാൻ തുടങ്ങിയതോടുകൂടി എതിർപ്പിന്റെ ശക്തിയും കൂടിക്കൂടി വന്നു. ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു പ്രവാചകന്റെ പ്രബോധനങ്ങൾ. പ്രിയപ്പെട്ടവരോടും ബന്ധുക്കളോടും സ്നേഹജനങ്ങളോടുമൊക്കെ രഹസ്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. ചില ആളുകളൊക്കെ കേട്ടു, ചില ആളുകൾ പരിഹസിച്ചു, ചില ആളുകൾ ഗുണദോഷിച്ചു. ഇങ്ങനെയൊന്നും പറയരുതിട്ടോ, അത് അപകടമാകും കേട്ടോ എന്ന് പ്രവാചകനെ ഉപദേശിച്ചു. 3 കൊല്ലക്കാലം പൂർത്തിയാകുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടാവുകയാണ്, ഇനി പരസ്യമായിട്ട് പറയേണ്ടതുണ്ട്. പിന്നീട് പരസ്യ പ്രബോധനത്തിന്റെ കാലമായിരുന്നു. ഒരു നാടും ആ നാട്ടിലെ നാട്ടുകാരും വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാശയവും ആദർശവും തെറ്റാണ്, അത് തിരുത്തണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണം മക്കയിലുണ്ടായി. അൽ അമീൻ, വിശ്വസ്തനെന്ന് സ്നേഹത്തോടുകൂടിയും ഇഷ്ടത്തോടുകൂടിയും മക്കക്കാർ വിളിച്ച ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി അവർ ആക്ഷേപിച്ചു. അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ വസബ്ബബ്ത ആലിഹതനാ. മുഹമ്മദേ, നീ ഞങ്ങളുടെ ഐക്യത്തെ ഇല്ലാതാക്കിയില്ലേ? പാപ്പാ, നീ മക്കളും തെറ്റിച്ചില്ലേ? ഒരേ വീട്ടിലുള്ള ആൾക്കാർ 2 വിഭാഗമായില്ലേ? പരസ്പരം ഏറ്റുമുട്ടേണ്ട അവസ്ഥ വന്നില്ലേ? നീ ഞങ്ങളുടെ പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും ഞങ്ങളുടെ പിതാക്കളെയും ചീത്ത പറഞ്ഞില്ലേ? അവർ പ്രവാചകനെ വെറുപ്പോടുകൂടിയും അറപ്പോടുകൂടിയും നോക്കി. പ്രവാചകനെ ഉപദ്രവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച എല്ലാ മുസ്ലിങ്ങളോടും പ്രവാചകൻ ഏതെങ്കിലുമൊക്കെ നാടുകളിലേക്ക് ഹിജ്റ പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യം ഹിജ്റ പോയത് അബിസീനിയയിലേക്കാണ്, ഹബിഷയിലേക്കാണ്, ആഫ്രിക്കയിലേക്ക്. കുറഞ്ഞ ദൂരമൊന്നല്ല. ഹിജ്റ എന്ന് പറയുന്നത് പറയാൻ നല്ല സുഖമുള്ള വാക്കാണെങ്കിലും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഏറെ ത്യാഗം സഹിക്കേണ്ട സംഗതിയാണ് ഹിജ്റ. ജനിച്ച നാടും വളർന്ന വീടും കൂടെ വളർന്നവരും സമ്പത്തും കുടുംബങ്ങളും എല്ലാം ഒഴിവാക്കി പാതിരാത്രിയുടെ മറപറ്റി ധരിച്ച തുണി മാത്രം കൈമുതലാക്കിയുള്ള ഒരു യാത്രയാണത്. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യാത്ര. അള്ളാഹുവിന്റെ ദീനിന് ആദർശത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹിജ്റകൾ അനിവാര്യമായിട്ട് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ഹിജ്റ ഇല്ല. എങ്ങനെ ഹിജ്റ ഇല്ല? ഇനി മക്കയിൽ നിന്ന് അല്ലെങ്കിൽ മദീനയിലേക്ക് ഒരു ഹിജ്റ ഇല്ല. പക്ഷെ ഹിജ്റ ഇനിയുമുണ്ട്. എന്താണ് ആ ഹിജ്റ? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ വിട്ടുപോവുക.
ഇനി അതിനാ ഹിജ്റ എന്ന് പറയാം. നമുക്കൊക്കെ ഹിജ്റ പോകേണ്ടി വരും ചിലപ്പോ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യങ്ങള് ഒരു മുസ്ലിമായ ജീവിതത്തിന് തടസ്സമാകുമ്പോ ആ സാഹചര്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ജീവിതം, അതൊരു ഹിജ്റയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക ളാലിമി അൻഫുസിഹിം. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ സ്വന്തത്തിനോട് അക്രമം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ആത്മാവിനെ മലക്കുകൾ പിടിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായിട്ടും വളരെ കഠിനമായിട്ടും ആ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് ഖാലു ഫീമ കുൻതും, ആ മലക്കുകൾ ചോദിക്കുന്നുണ്ട് ആ മനുഷ്യനോട്, എന്തെങ്ങനെ ജീവിച്ചേ, നീ എന്തെങ്ങനെ ജീവിച്ചേ, എനിക്കറിയില്ലായിരുന്നോ ഇതാണ് ശരി, ഇതാണ് ശരി, ഇതാണ് ശരി എന്നൊക്കെ നിനക്കറിയില്ലായിരുന്നോ, പിന്നെ എന്തേ നീ ഈ കോലത്തിൽ ജീവിക്കാനുള്ള കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്ന, ആ തെറ്റുകൾക്ക് കീഴടങ്ങി ജീവിച്ച മനുഷ്യൻ പറയുന്ന മറുപടി, ഖാലു കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്. പാവങ്ങളെ, ഇനി ദുർബലരെ, ഇനി നമുക്കിത് ചെയ്യൂല എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റൂല, ഇനി മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നതാണ്, ഞങ്ങൾക്ക് ഇത് ചെയ്യാതെക്കാൻ പറ്റൂലായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ് എന്ന ന്യായീകരണം ഉണ്ടാകുമ്പോ ഖാലു, ആ മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം തകുൻ അർളുല്ലാഹി വാസിഅ. അള്ളാന്റെ ഭൂമി വിശാലല്ലായിരുന്നോ? അള്ളാന്റെ ഭൂമി വിശാലമല്ലായിരുന്നോ? ഈ തെറ്റ് ചെയ്ത് ജീവിക്കുന്നതിന് പകരം ഈ തെറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയി ജീവിച്ചുകൂടായിരുന്നു? അള്ളാഹുവിന്റെ ഭൂമി വിശാലമല്ലായിരുന്നോ? ഫൗലായിക മഅവാഹും ജഹന്നം. അവർക്ക് ചെന്നു ചേരാനുള്ള സങ്കേതം നരകമാണ്. എത്ര മോശമായ സങ്കേതമാണ് അവരെ കാത്തിരിക്കുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും ചില തെറ്റുകളൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു ന്യായീകരണമുണ്ട്. എന്താണ്? അതിപ്പത്തെ സാഹചര്യത്തില് അത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല, ഇപ്പത്തെ സാഹചര്യത്തില് എനിക്കത് ഒഴിവാക്കാം. എന്താണ് ഈ സാഹചര്യം? അതാണ് ഈ ചോദ്യം. ആ സാഹചര്യം വിട്ട് ആ തെറ്റു ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് നിനക്ക് നീങ്ങിക്കൂടായിരുന്നു എന്നാണ് ചോദ്യം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇനിയുള്ള ഹിജ്റ എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്ന് തെറ്റു ചെയ്യാത്ത ഇടങ്ങളിലേക്കുള്ള അവന്റെ സഞ്ചാരമാണ്. കൈക്കൂലി വാങ്ങിയേ പറ്റൂ, അല്ലാതെ ജോലി ചെയ്യാൻ ഈ ഓഫീസിൽ പറ്റുകയില്ല എന്ന് ഒരു സഹോദരനോട് പറയുമ്പോ, അങ്ങനെ കൈക്കൂലി വാങ്ങാതെ ഈ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന പോരലുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ഹിജ്റ. ഈ വീട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേ ജീവിക്കാവൂ എന്ന് പറയുമ്പോ, എന്നാൽ ഞാൻ ഈ വീട്ടിലില്ല എന്ന് പറയാനുള്ള ആ തന്റെ ഇടത്തിന് പറയുന്ന പേരാണ് ഹിജ്റ. ഈ ഏർപ്പാട് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ, എന്നാൽ എനിക്ക് ഈ ഏർപ്പാട് വേണ്ട എന്ന് പറയുന്ന ആ തന്റെ ഇടത്തിന് പറയുന്ന പേരാണ് ഹിജ്റ. അപ്പൊ ഹിജ്റകൾ അങ്ങനെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ബാക്കിയായി കിടക്കുകയാണ്. മുസ്ലിം സമൂഹം അവർ ആദ്യകാലം മുതലേ ഹിജ്റയുടെ വഴിയിലെ സഞ്ചരിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരലിൽ എണ്ണാവുന്ന ഏതാനും ചില ആളുകളും മാത്രം മദീനയിൽ ബാക്കിയായി. പിന്നെ ബാക്കിയായത് തങ്ങളുടെ വിശ്വാസം പുറത്തു പറയാൻ കഴിയാത്ത അതീവ ദുർബലരായ ചില ആളുകൾ ഇങ്ങനെ രഹസ്യമായിട്ട് ജീവിച്ചു. അല്ലാതെ ഇസ്ലാം പരസ്യപ്പെടുത്തിയവരൊക്കെ ശക്തമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായി. പ്രവാചകൻ അവരോട് മക്ക വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ ആവശ്യപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാനും പോകട്ടെ എങ്ങോട്ടെങ്കിലും, വല്ലാത്ത പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അബൂബക്കറെ കാത്തിരിക്കുക, ഒരുപക്ഷെ താങ്കൾക്ക് അല്ലാഹു ഒരു സഹയാത്രികനെ കൂടി തന്നേക്കും, കാത്തിരിക്കുക. അതൊരു സൂചനയാണ് അല്ലെ? റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വൈദ് യംകുറു ബികല്ലദീന കഫറു ലിയുസബ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. മുസ്ലിങ്ങളാകുന്നവര് കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടും മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരിക,
അത് മറ്റുള്ളവരെ വല്ലാതെ അലോസരപ്പെടുത്തി. അതുകൊണ്ട് മുസ്ലിങ്ങൾ ആകുന്നവരെ ആക്രമിച്ചത് കൊണ്ട് മാത്രമായില്ല, മൊരട്ടില് എവിടുന്നാണോ ഈ അപകടം വരുന്നത് അവിടെ കൈവക്കണം. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാതാക്കണം. ഇതാണ് അവരുടെ അവസാനത്തെ തീരുമാനം. ദാറുൻ നദുവയിൽ അവർ യോഗം ചേർന്നു. എന്താണ് ചെയ്യേണ്ടത്? പല അഭിപ്രായങ്ങളുണ്ടായി. ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദ് ഇനി ഒരു മനുഷ്യനെ കാണാൻ കഴിയാത്ത വിധം ഏതെങ്കിലും കൽത്തുറുങ്കിൽ ഏതെങ്കിലും ഇടങ്ങളിൽ അവനെ ബന്ധനസ്ഥനാക്കി വെക്കാം. ഒരാളെയും അവൻ കാണാൻ പാടില്ല, ഒരാളോടും അവൻ ഈ വർത്താനം പറയാൻ പാടില്ല. മരിക്കുന്നത് വരെ എവിടെയെങ്കിലും അവനെ കെട്ടി ബന്ധനസ്ഥനാക്കണം. ഇതാണ് ഒരു തീരുമാനം, ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അവനെ നാട് കടത്തുക, ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്തുക, ഈ നാട്ടിലേക്ക് അവന് വരരുത്. മൂന്നാമത്തെ അഭിപ്രായം, അവനെ കൊന്നുകളയാം. ആദ്യത്തെ അഭിപ്രായത്തിന് എതിർപ്പുണ്ടായി. എവിടെയെങ്കിലും നമ്മൾ കെട്ടിയിട്ടാല് അവന്റെ അനുയായികൾ ജീവന തുല്യം ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരാ, അവര് വരും, അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും, പിന്നെ നമുക്ക് തടയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ആ മാർഗം ശരിയല്ല. രണ്ടാമത്തേത് നാട് കടത്തുക. ഏത് നാട്ടിൽ പോയാലും അവന്റെ സംസാര വൈഭവം, അവൻ മുന്നോട്ട് വെക്കുന്ന ആശയം, അത് ജനങ്ങളെ അത് വല്ലാതെ ആകർഷിക്കും. അവർ ജന്മനാട്ടിലേക്ക് വലിയ ശക്തിയായി തിരിച്ചു വരും. അപ്പൊ നമുക്ക് തടയാൻ പറ്റൂല. അതുകൊണ്ട് ആ അഭിപ്രായം തള്ളി. മൂന്നാമത്തെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. എന്നാൽ ഇഷ്ടമില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ വലിയ വേദനയുണ്ടെങ്കിലും മറ്റു മാർഗമില്ല, നമുക്കവനെ കൊന്നുകളയാം. ഈ തീരുമാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് വഹയി നൽകിയാണ്, ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ ഈ നാട് വിട്ടു പോകാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹു എന്നോട് ഈ നാട് വിട്ട് നേരത്തെ ഉണ്ടായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ മദീന സുരക്ഷിതമായ സ്ഥലമാണ് എന്നതിനാൽ മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചത്, ഞാനും അങ്ങയുടെ കൂടെ പോരട്ടെ? വളരെ അപകടമാണ്. പ്രവാചകന്റെ കൂടെയുള്ള യാത്ര ശത്രുക്കളുടെ കണ്ണിൽപ്പെട്ടാൽ ഏത് സമയത്തും കൊല്ലപ്പെടുമെന്ന് അബൂബക്കർ സിദ്ദീഖിന് നന്നായിട്ട് അറിയാം. എങ്കിലും പ്രവാചകനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് തന്നെ പ്രവാചകന്റെ കൂടെ പോകാൻ അനുവാദം ചോദിക്കുകയും പ്രവാചകൻ അദ്ദേഹത്തിന് അതിന് അനുവാദം നൽകുകയും ചെയ്തു. ഉടനെ അവിടെ രണ്ടാളുകളും കൂടിയാലോചന, വെറുതെ കണ്ട് ഇറങ്ങിപ്പോവല്ല. ഒരു നാട്ടിൽ നിന്ന് ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ഒരാദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സഞ്ചാരമാണ്. ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ വേണം. എവിടെയാണ്, ഏതു വഴിക്കാണ് പോകേണ്ടത്, ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, തീരുമാനങ്ങളായി. സാധാരണയായി അറബികൾ സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെ നമുക്ക് രാത്രിയിൽ സഞ്ചരിക്കാം. ആ വഴിയിലൂടെ പെട്ടെന്നാരും കടന്നു വരാത്ത തൗർ മലയുടെ മുകളിൽ കയറി ആ ഗുഹയിൽ ഇരിക്കാം. അവിടേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അബൂബക്കറിന്റെ മകൾ അസ്മാ ബിൻത് അബൂബക്കർ, നിങ്ങൾ സൗർമല കണ്ടിട്ടുണ്ടോ? പലപ്പോഴും ഉംറക്ക് പോയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതിന്റെ താഴെ നിന്ന് ഇങ്ങനെ മേലേക്ക് നോക്കിയിട്ടാവും, ഭയങ്കര മലയല്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടാവും. 53-ാമത്തെ വയസ്സിലാ അള്ളാന്റെ ഹബീബ മല കയറുന്നത്. ആ റസൂലുള്ളാഹിക്കും അബൂബക്കറിനും ആവശ്യമായ ഭക്ഷണങ്ങള് സമയാസമയങ്ങൾ ഉണ്ടാക്കി ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ അസ്മാ ബിൻത് അബൂബക്കർ, അബൂബക്കറിന്റെ മോള, വസ്ത്രങ്ങൾ കെട്ടാൻ ഒരു കയറ്, പുറത്തിറങ്ങിയ ഒരു കയറെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിട്ടേ തന്റെ വസ്ത്രം കീറിയിട്ട് അതിന്റെ ഒരു കഷ്ണം കൊണ്ടാണ് സാധനങ്ങളൊക്കെ കെട്ടിവെച്ചത്. അവർക്ക് ചരിത്രം ഒരു പേര് കൊടുത്തു, അല്ലേ? പിന്നെ അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ, അല്ലേ, അബൂബക്കറിന്റെ മകനാണ്. ആ മകനെ വിളിച്ചിട്ട് അബൂബക്കർ പറയണേ, നീ ആളുകൾക്കിടയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ. അവരുടെ ചർച്ചകൾ എന്തൊക്കെയാണ്, തീരുമാനങ്ങൾ എന്തൊക്കെയാണ് പുതിയ പദ്ധതികള്, പ്രവാചകനെ പിടികൂടാൻ എന്തൊക്കെ ആവിഷ്കാരങ്ങള്, അതൊക്കെ നീ ശരിക്കും അറിയണം കേട്ടോ. സ്വന്തം മകനെ, നമ്മളൊക്കെ എന്തിലൊക്കെ പ്രശ്നം ഉണ്ടായാല് ആദ്യം കുടുംബത്തെ സേഫ് സോണിൽ എത്തിക്കുക.
നമ്മൾ ഇറങ്ങേണ്ടി വരും നിർബന്ധ. എന്നാ പിന്നെ കുടുംബമൊക്കെ വേറെ, ഓർക്കൊരു പ്രശ്നമില്ലാതിരിക്കാൻ ഓലെ സേഫ് ആക്കിയിട്ട് നമ്മൾ ഇറങ്ങ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളെയാണ് ഈ മരണക്കളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ഇറക്കുന്നത്. സ്വന്തം മകനെയാണ് നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ അദ്ദേഹം ഏൽപ്പിക്കുന്നത്. ആമിർ ഇബ്നു ഫുഹൈറ, അദ്ദേഹം ഒരു ആട്ടിടയന. അദ്ദേഹത്തെ വിളിച്ചിട്ട് അബൂബക്കർ പറഞ്ഞു, ഞങ്ങൾ പോകുന്ന വഴിയെ ഞങ്ങളുടെ പിന്നാലെ നീ ആടും കൂട്ടവുമായിട്ട് വരണം. രണ്ട് കാര്യത്തിനാ. ഒന്ന്, അബൂബക്കറിന്റെയും ഉമറിന്റെയും കാൽപ്പാടുകൾ, അബൂബക്കറിന്റെയും പ്രവാചകന്റെയും കാൽപ്പാടുകൾ ആ മണലിൽ നിന്ന് മാഞ്ഞു പോകാൻ. ആട്ടിൻകൂട്ടങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ആ കാലടിപ്പാടുകൾ മാഞ്ഞു പോകും. രണ്ട്, ആ മലമ്പറമ്പിലൂടെ ആടുകളെ മേച്ച് അങ്ങനെ നടക്കുമ്പോ ഇടക്കിടക്ക് ഇദ്ദേഹം പാലുള്ള ആടിനെ പതുക്കെ പതുക്കെ ആ ഗുഹാമുഖത്തു കൂടെ കൊണ്ടുപോകും. പ്രവാചകനും അബൂബക്കറും ആ ആടിനെ കറന്ന് ആ പാല് കുടിച്ചാണ് ആ ഗുഹയിൽ ജീവിക്കുന്നത്. അതിനും ഞാൻ പറഞ്ഞത് ഇതൊരു ഒറ്റ പ്രഭാതത്തിലുണ്ടായ പെട്ടെന്നുള്ള ഒരു ഏർപ്പാടല്ല. കൃത്യമായ നിരീക്ഷണങ്ങളും പ്ലാനുകളും പദ്ധതികളുമായിട്ടാണ്. അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത് എന്നൊരു വ്യക്തി, അദ്ദേഹം ആ മക്കയിലെ മലഞ്ചെരുവിലെ മുഴുവൻ ചവിട്ടുവഴികൾ പോലും അറിയുന്ന, ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാല് പ്രഗത്ഭനായ ഒരു ഗൈഡാണ്. ഏതൊക്കെ വഴിക്ക്, ഏതൊക്കെ കാട്, ഏതൊക്കെ ഓട്ടത്തിൽ കടന്നു പോകാമെന്ന കൃത്യമായ അറിവുണ്ട്. മുസ്ലിം ഒന്നല്ല, പക്ഷെ ആള് നല്ല വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, 2 ഒട്ടകങ്ങളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മൂന്നാമത്തെ ദിവസം, ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം ആ ഗുഹാമുഖത്ത് ഈ ഒട്ടകങ്ങളെ എത്തിക്കണം. ആ പദ്ധതിയാണ്, ആ പ്ലാനാണ് ഹിജറയായി പിന്നീട് നടക്കുന്നത്. 3 ദിവസം സൗർ ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ അതിന്റെ മുമ്പിലെത്തി. അവർ തെരഞ്ഞു, പക്ഷെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായി. അവർ കണ്ടില്ല. അബൂബക്കർ സിദ്ദീഖ് ഭയപ്പെട്ടു. പ്രവാചകരെ, ഒരാളൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മുടെ കഥ കഴിയും. പ്രവാചകൻ സമാധാനിപ്പിച്ചു, ലാ തഹ്സൻ, ലാ തഹ്സൻ, അബൂബക്കറെ സങ്കടപ്പെടണ്ട, ഭയപ്പെടണ്ട, ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ പടച്ചോണ്ട്. ഹിജ്റ ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ലാ തഹ്സൻ, അള്ളാഹുവിന്റെ ദീന് ജീവിതത്തിൽ മുറുകെ പിടിച്ചതിന്റെ പേരിൽ പ്രയാസമുണ്ടാകുമെന്നോ സങ്കടമുണ്ടാകുമെന്നോ ഒരാളും വേവലാതിപ്പെടണ്ട. കാരണം ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. അല്ലേ? അപ്പോ ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ് ഹിജ്റ നൽകുന്ന സന്ദേശം. പ്രവാചകൻ മൂന്നാമത്തെ ദിവസം നിശ്ചയിക്കപ്പെട്ടതുപോലെ ഗുഹാമുഖത്ത് അബ്ദുല്ലാഹിബിൻ ഉറൈഖത്തിന്റെ ഒട്ടകങ്ങൾ എത്തുന്നു. ആ ഒട്ടകപ്പുറത്ത് പ്രവാചകനും അബൂബക്കറും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വഴിയിലൂടെ 350 കിലോമീറ്റർ ദൂരെയുള്ള പഴയ ഒട്ടകപ്പാതക്ക് സമാന്തരമായി മറ്റൊരു പാതയിലൂടെ അവർ മദീനയിലേക്ക് സഞ്ചരിക്കുന്നു. ആ യാത്രയിൽ സുറാഖത്ത് ബിൻ മാലിക്കിനെ പോലെയുള്ള ചില ആളുകൾ പ്രവാചകനെ പിന്തുടർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിന്റെ അപാരമായ സഹായം പ്രവാചകനും അബൂബക്കറിനും ലഭിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെത്തുന്നു. പ്രവാചകനെ കാത്തിരിക്കുന്ന മദീനവാസികൾ ത്വലഅൽ ബദ്റു അലൈന, സന്തോഷത്തിന്റെ പാട്ടുപാടി പ്രവാചകനെ സ്വീകരിക്കുന്നു. ഈ ഹിജ്റ മുസ്ലിങ്ങളും മറക്കാൻ പാടില്ല. കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഹിജ്റ ഉണ്ടാവണം. ഒന്ന്, ജീവിതത്തിൽ എപ്പോഴും ഹിജ്റ വേണ്ടി വന്നേക്കും. 2, ഹിജ്റ ഭയപ്പാടല്ല, ഹിജ്റ വിജയത്തിലേക്കുള്ള സന്ദേശമാണ്, യാത്രയാണ്. മൂന്നാമത്തേത്, ഹിജ്റയിൽ അള്ളാഹുവിന്റെ സഹായം വിശ്വാസിയായ മനുഷ്യന്. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഒരാൾ ഹിജ്റ പുറപ്പെട്ടു, പക്ഷേ അവൻ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല, അതിനു മുമ്പേ അവൻ മരണപ്പെട്ടാൽ പോലും അവന് സ്വർഗമുണ്ട്. കാരണം അതവന്റെ മനസ്സിൽ ആ ഹിജ്റ എപ്പോഴേ ഉണ്ടായിക്കഴിഞ്ഞു. ഈ തെറ്റിൽ നിന്ന്, ഈ തെറ്റായ ജീവിതത്തിൽ നിന്ന്, ഈ തെറ്റായ സാഹചര്യത്തിൽ നിന്ന്, ഈ തെറ്റായ ചുറ്റുപാടിൽ നിന്ന് എന്റെ മതത്തിനു വേണ്ടി ഞാൻ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം തന്നെ ഒരു മനുഷ്യനെ സ്വർഗാവകാശിയാക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ മതം. അതുകൊണ്ട് ഒരു ഹിജ്റ കലണ്ടർ 1447 വർഷം മറക്കരുത്.
1447. ഇത് പേതാ ഇത്ര വർഷം ചോദിച്ചാല് പഴയ കല്യാണക്കത്ത് തരാൻ പോകണ്ട. 1447 ഒന്നാമത്തെ മാസത്തിന്റെ 2ാമത്തെ ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോ ഹിജ്റ എന്ന ആ വലിയ സംഭവത്തെക്കുറിച്ചും ആ ഹിജ്റ മുസ്ലിങ്ങൾക്കുണ്ടാക്കിയ വലിയ നേട്ടത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഹിജ്റയുടെ സന്ദേശത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.